ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അബുദാബിയിൽ നിന്നും നമ്മൾ യഫീന ഐലൻഡിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ പുറപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് റബ്ദാനിൽ നിന്ന് നമ്മൾ നേരെ ഷെയ്ഖ് സാദ് റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് റബ്ദാൻ റോഡ്. എയർപോർട്ട് മുറോ റോഡിൽ നിന്ന് കയറി നമ്മൾ നേരെ ഷെയ്ഖ് സാദ് റോഡിലേക്ക് കയറാനുള്ള ആ ഒരു ചെറിയൊരു എക്സിറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ക്യാമറ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്, വാഹനം ഓടിക്കുന്നത്. നമ്മൾ ക്യാമറ കൺട്രോൾ ചെയ്യുന്നത് മിസ്റ്റർ ഖലീഫ. പുള്ളി ഒരു ക്യാമറക്കാരനാണ്. പുള്ളി ആ യഫീന ഐലൻഡിൻ്റെ അടുത്ത് ഒരു ചൈന ഹാർബർ, അവിടെയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പുള്ളി ഞാനിവിടെ അങ്ങോട്ടുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ നമ്മൾ ഷെയ്ഖ് സാദ് റോഡിലേക്ക് കയറുകയാണ്. അബുദാബിയിൽ നിന്ന് നമ്മൾ മുസഫയ്ക്ക് ദുബായിലൊക്കെ പോകുന്ന റോഡാണ്. നമുക്ക് നേരെ ബോർഡ് കാണാൻ പറ്റും. ഷെയ്ഖ് സാദ് ബ്രിഡ്ജ്, അലായി ദുബായ് റോഡാണ് ഈ കാണുന്നത്. ഷെയ്ഖ് സാദ് ഇവിടെ നമ്മൾ ഫ്രീ റൈറ്റ് എടുക്കുകയാണ്. ഷെയ്ഖ് സാദ് റോഡിൽ ഫ്രീ റൈറ്റ് എടുത്തു. മുസഫയ്ക്കൊക്കെ തിരിയുന്നതിന് മുമ്പായിട്ട് ഒരു വലിയ ബ്രിഡ്ജുണ്ട്. ആ വലിയ ബ്രിഡ്ജാണ് നമ്മൾ കയറാനുള്ള പരിപാടിയിൽ. നമുക്കത് നേരെ പോകുന്നത് നമുക്ക് റീമൈൻഡിലേക്കാണ്, അൽ റീം ഐലൻഡ്. ഇവിടെ നിന്ന് നേരെ ഷെയ്ഖ് സാദ് തൊട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മുസഫയ്ക്കുള്ള എക്സിറ്റ് കിട്ടും. ഇല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ ഷെയ്ഖ് സാദ് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ദുബായിക്ക് പോകാൻ പറ്റും. അബുദാബി എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന യഫീന ഐലൻഡ്, അൽ റീം ഐലൻഡിൻ്റെ ബോർഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ സിഗ്നൽ വന്നതുകൊണ്ട് സിഗ്നൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ പോവുകയാണ്. നല്ല സൂപ്പർ ചൂടാണ്. 50 ഡിഗ്രിക്ക് മേളിലാണ്. 50 ഡിഗ്രി, 49, 47, 48 ഡിഗ്രി ചൂടാണ്. നമ്മുടെ ഈ ഒരു വലിയൊരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും. അത്രയ്ക്ക് വലിയൊരു ബ്രിഡ്ജാണ്. ഇതിൻ്റെ രണ്ട് ഭാഗത്തും കാണുന്ന പോലെ ഷോമി മിസ്റ്റർ ഖലീഫ, ഇതാണ് യഫീന ഐലൻഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ട് സ്ഥലത്തും ഷോമി മിസ്റ്റർ ഖലീഫ വളരെ മനോഹരമായിട്ട് ഉള്ളൊരു ഐലൻഡാണ്. ഇതെല്ലാം വൺ വേ ആണ്. അപ്പുറത്തെ സൈഡിൽ തിരിച്ച് അങ്ങോട്ട് പോകാൻ റോഡാണ് കാണുന്നത്. രണ്ട് റോഡിൻ്റെ ഇടതും വലതും മനോഹരമായിട്ടുള്ള ഒരു ഐലൻഡാണ് അത് കാണുന്നത്. നമുക്ക് അങ്ങ് കാണാൻ പറ്റും. ഇടതുവശത്ത് നമുക്ക് അങ്ങാറ്റത്ത് കാണാൻ പറ്റും. റീം ഐലൻഡിൽ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ കഴിയാത്തത്. നല്ല തെളിച്ചമുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങറ്റത്ത് റീം ഐലൻഡ് കാണാം. റീം ഐലൻഡ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ. ഖലീഫ നല്ല രീതിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യും. നല്ല രീതിക്ക് നമ്മളെ കാണിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും നിർത്താൻ കഴിയില്ല. നമുക്ക് നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫൈൻ കിട്ടും. പോലീസ് എപ്പോഴും വേണമെങ്കിലും വരും. നമുക്ക് കാണാൻ പറ്റും നല്ല ബ്രിഡ്ജാണ് ആ കാണുന്നത്. വലിയൊരു ബ്രിഡ്ജാണ്. ആ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത് വിജനമായിട്ടുള്ള ഏരിയകളാണ്. വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റത്ത് നല്ല ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ റോഡ് നേരെ ചെന്ന് അവസാനിക്കുന്നത് അൽ റീം ഐലൻഡിലാണ്. അതിന് മുമ്പായിട്ട് നല്ലൊരു വലിയൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ സെൻട്രൽ നിന്നുകൊണ്ട് ഒരു റോഡ് നേരെ യാസ് ഐലൻഡിലേക്ക് പോകാനുള്ള റോഡ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
മിസ്റ്റർ ഖലീഫ വർക്ക് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഖലീഫ. ആ പ്രോജക്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വലിയ വലിയ ബ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് ഐലൻഡുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു എമിറേറ്റ്സാണ് അബുദാബി എന്ന് പറയുന്നത്. യാസ് ഐലൻഡ്, റീം ഐലൻഡ്, ഉമ്മി അഫീൻ ഐലൻഡ്, ഹുദൈരിയത്ത് ഐലൻഡ്, അങ്ങനെ ഒത്തിരി, അൽ ലുലു ഐലൻഡ്, അൽ ഫാഹിദ് ഐലൻഡ്. ഒരുപക്ഷെ നമുക്ക് ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് ദുബായിയേക്കാളും ഒരുപാട് മാറ്റങ്ങൾ അബുദാബിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ പ്രോജക്റ്റുകളെല്ലാം കഴിയണമെന്നുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ. ഈ ദുബായിലെ തന്നെ ഏറ്റവും വലിയ എമിറേറ്റ്സ് ആണ് അബുദാബി എന്ന് പറയുന്നത്. അതിൽ ഏറെക്കുറെ ഉള്ളത് തന്നെ ഈ ഐലൻഡുകളും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന 2 സൈഡിലും കാണുന്നതാണ് ഉമ്മി അഫീൻ ഐലൻഡ്. നമ്മളിവിടെ ചൈന ഹാർബറിൻ്റെ പ്രോജക്റ്റൊക്കെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇവിടെ വലിയ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഈ ഐലൻഡിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐലൻഡിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഐലൻഡ് നമുക്ക് കുറച്ച് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു റോഡ് വന്നതിന് ശേഷമാണ് റീം ഐലൻഡുകാരിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ ടച്ച് ചെയ്യാതെ ദുബായിക്കും മുസഫയ്ക്കും പോണവർക്ക്, കാലയിലൊക്കെ പോണവർക്ക് ഇങ്ങനെ ഒരു വലിയ ബ്രിഡ്ജ് വന്നത് കാരണം ഒരുപാട് ട്രാഫിക്കും കുറഞ്ഞിട്ടുണ്ട്, വളരെ ഈസിയുമാണ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്ററാണ്. റീം ഐലൻഡിൻ്റെയും നമുക്ക് ഷെയ്ഖ്ജാദ് റോഡിൻ്റെ ഒരു സെൻറ്റർ എന്നുകൊണ്ടാണ് ഒരു റോഡ് ഇപ്പോൾ പണി നടക്കണം എന്ന് പറഞ്ഞത്. ചൈന ഹാർബറിൻ്റെ മേൽനോട്ടത്തിൽ യാസ് ഐലൻഡിലേക്ക് ഒരു റോഡ്. അപ്പോൾ ഒരുപാട് കുറച്ചുകൂടി ഈസിയാവും ഡ്രൈവ് ചെയ്ത് പോകുന്നവർ. നമ്മളിവിടെ നിന്ന് റൈറ്റ് എടുത്ത് നമ്മൾ കുറച്ച് അടുത്തായിട്ട് പോയിട്ട് നമുക്ക് നമ്മൾ ഐലൻഡിനെ പറ്റിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഒരു വ്ളോഗാണിത്, ട്രാവൽ വ്ളോഗാണ്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മൈനസുകളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക, അതൊക്കെ സദയം ക്ഷമിക്കുക. വീഡിയോ കംപ്ലീറ്റ് കാണാൻ ശ്രമിക്കുക. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. നമ്മൾ കുറച്ച് ആ ഐലൻഡിൻ്റെ കുറച്ച് അടുത്തായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷോട്ട് എടുത്തത്. ഒരു ഔട്ട് സൈഡ് റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഏകദേശം മുമ്പിൽ കാണുന്ന ആ റീം ഐലൻഡിൻ്റെ ബിൽഡിങ്ങുകളെന്ന് പറയുന്നത് പക്ഷെ കുറച്ച് ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് വ്യക്തമാവാത്തത്. നമുക്ക് ആ കുറച്ച് ആ ബ്രിഡ്ജിൻ്റെ കുറച്ച് മുമ്പോട്ട് കാണുന്നതാണ് ഒരു പുതിയൊരു വൻ പ്രോജക്റ്റ് അവിടെ വരുന്നുണ്ട്. റീം ഹിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളും അതൊരു വലിയൊരു പ്രോജക്റ്റാണ്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കൊരു വീഡിയോ വേറെ വീഡിയോ നിങ്ങളുടെ അടുത്ത് കാണിക്കും, എത്തിക്കുന്നു. നമ്മൾ മെയിനായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ നമുക്ക് നല്ല മനോഹരമായിട്ട് നമ്മൾ ഐലൻഡിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയും. ഐലൻഡിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് തോന നേരം നിർത്തിയിടാൻ കഴിയുന്നില്ല. നമുക്ക് ഇങ്ങനെ കാണിച്ച് നമുക്ക് പോകാം. ഇവിടെ ആളുകൾ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നൊരു ഏരിയയാണ്.
അലോഡ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ഇടയ്ക്ക് പോലീസൊക്കെ വരുന്ന കാണാം. ഒരുപാട് പേര് വന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ നിർത്താൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ.